വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു പ്രാർത്ഥന. ചിന്തിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നൊരു പ്രാർത്ഥന. നമ്മിൽ ഭൂരിഭാഗം ആളുകളും ഈ ദുആ കേട്ടിട്ടുണ്ടാവില്ല. ഈ ദുആ ചെയ്തത് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ദുആ ഒരു ദിവസം ഒരു തവണ, ചെറിയൊരു ദുആയാണ്, മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയുണ്ടല്ലോ, സമാധാനത്തിൽ ഇങ്ങനെ പറന്ന് നടക്കാം. ഒരു ടെൻഷനും നമ്മളെ തൊടൂല. നമ്മുടെ സമ്പത്താകട്ടെ, എന്ത് വിഷയമാകട്ടെ, ഒരു ടെൻഷനും ഇല്ലാത്തവണ്ണം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ജീവിതം നമുക്കിങ്ങനെ സുഖലോലുപതയിൽ കൊണ്ടുപോകാൻ പറ്റും. അള്ളാഹ് നമ്മളെങ്ങ് ചേർത്ത് പിടിക്കും. ഈ ഒരൊറ്റ ദുആ മതി, ഒരൊറ്റ ദുആ. അതെന്ത് ദുആയാണ് ഉസ്താദേ, ഇതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ നഈം ഫൈസി എന്ന് പറയുന്ന യുവ പണ്ഡിതൻ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ യുവ പണ്ഡിതൻ്റെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഓതിയൊന്ന് ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞായറാഴ്ച ദിവസം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അള്ളാഹിനെക്കുറിച്ചാണ്. അള്ളാഹിനെക്കുറിച്ചുള്ള ഇൽമ്. അള്ളാഹിനെ കാണാൻ കൊതിയുള്ളവർ മാത്രം മനസ്സറിഞ്ഞൊന്ന് കേൾക്കണേ. അള്ളാഹിനെ കിട്ടിയാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സമാധാനം ആസ്വദിക്കാൻ കൊതിയുള്ളവർ, അള്ളാഹിനെ കിട്ടാൻ കൊതിയുള്ളവർ, അങ്ങനെ കൊതിക്കുന്നവർ മാത്രം കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പോസിറ്റീവ് വൈബ് വേണ്ടേ? ആ മനസ്സറിഞ്ഞ് ക്ലാസ്സിൽ പങ്കെടുത്തോ. ഇത് കഴിയുമ്പോഴേക്കൊരു വൈബ് അങ്ങോട്ട് വരണം. വരൂലേ? വരുത്തണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ വല്ലാത്തൊരു പ്രാർത്ഥന എന്താ നമുക്ക് പഠിക്കണമല്ലോ. ആ ദുആ നമ്മുടെ ജീവിതത്തെ അങ്ങ് മാറ്റിമറിക്കും. നമ്മളിങ്ങനെ എയറിൽ നടക്കണമല്ലോ നമുക്ക് നടക്കാതെ ഒരു ടെൻഷനും ഇല്ല, സുഖമായിട്ട് അങ്ങനെ നടക്കാം. ആ സാധനം അങ്ങ് സെറ്റായാൽ മതി. ആ പ്രാർത്ഥനയിൽ പറയണത് പോലെ കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റായാൽ മതിയെന്നേ. നമ്മളെപ്പോലെ സമാധാനം അനുഭവിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. ഉറപ്പാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എന്തായിരുന്നു ചർച്ച ചെയ്തത്? കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അൽഹംദുലില്ലയാണ് ചർച്ച ചെയ്തത്, ഇല്ലേ? അൽഹംദുലില്ലയാണ്. അൽഹംദുലില്ല എല്ലാവരും ഇപ്പോൾ മനസ്സറിഞ്ഞ് പറഞ്ഞു തുടങ്ങിയോ? അതായത് സൂറത്തുൽ ഫാത്തിഹ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നുണ്ട്, ഇല്ലേ? ബിസ്മില്ലാഹി ആരെയാണ് പരിചയപ്പെടുത്തുന്നത്? നമ്മൾ പറഞ്ഞു അത് അള്ളാഹിനെ പരിചയപ്പെടുത്താണ്. റഹ്മാനായ റഹീമായ അള്ളാഹിനെ പരിചയപ്പെടുത്താണ്. പിന്നെ പറയണത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹിൻ്റെ യഥാർത്ഥ മുത്തഖിയായ ഒരു അടിമയെയാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയല്ലല്ലോ ഉസ്താദ് ഞങ്ങൾ പഠിച്ചത്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അള്ളാഹിനെ കുറിച്ചല്ലേ പരിചയപ്പെടുത്തുന്നത്? ആഹാ, നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് തിരിയും. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കിയ അടിമയുടെ സ്വഭാവമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇപ്പം നമുക്കറിയാം, റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അർത്ഥം എന്താണ്? ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന അള്ളാഹ്, അല്ലേ? ദുനിയാവിൽ ഇവിടെ അബ്ദുറഹ്മാൻ മാത്രമല്ല ഗുണം, ഇവിടെ രാമനുണ്ട്, അന്തോണിക്കും ഉണ്ട്, എല്ലാവർക്കും ഗുണമുണ്ട് ദുനിയാവിൽ. റഹീമിലേക്ക് വരുമ്പോഴോ ആഖിറത്തിൽ അത് വഴിപ്പെട്ടവർക്ക് മാത്രമേ ഗുണമുള്ളൂ, അല്ലേ? അവിടെ വഴിപ്പെട്ടവർക്ക് മാത്രമാണ്. പക്ഷേ ദുനിയാവിൽ എല്ലാവർക്കും പടച്ചോൻ കൊടുക്കും. നമ്മളൊന്ന് ചെറിയ നിലക്കൊന്ന് ശ്രദ്ധിക്കണേ, മനസ്സ് കൊടുത്തൊന്ന് ശ്രദ്ധിക്കണേ. റഹ്മാനായ റബ്ബിൻ്റെ ഈ റഹ്മത്ത് ജനങ്ങൾ സ്വീകരിക്കണത് രണ്ട് തരത്തിലാണ്. എന്താണ്? റഹ്മാനായ റബ്ബിൻ്റെ ഈ റഹ്മത്ത് ജനങ്ങൾ സ്വീകരിക്കണത് രണ്ട് തരത്തിലാണ്. ഒരു വിഭാഗം എങ്ങനെയാണ് സ്വീകരിക്കണമെന്നറിയോ? ഒരു വിഭാഗം ജനങ്ങളിൽ 90% ആ വിഭാഗമാണ്. അതായത് അള്ളാഹ് കൊടുത്ത അനുഗ്രഹത്തിൽ അവർ തൃപ്തരല്ല, അവർക്കതിൽ തൃപ്തിയില്ല. ഇതാണ് 90%. ഭൂരിഭാഗവും ജനങ്ങൾ അങ്ങനെയാണ്, അല്ലേ? ഒരു വീട്ടിലിങ്ങനെ താമസിക്കുമ്പോൾ മറ്റൊരു വീട് കണ്ടാൽ നമ്മുടെ വീടൊന്നും അത്ര അങ്ങോട്ട് പോരാ അല്ലേ, അതുപോലെയൊക്കെ വീടുണ്ടായിരുന്നെങ്കിൽ. ഈ മനസ്സ് എവിടെയുണ്ട്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവന് കിട്ടിയ ആ നന്മയിൽ അവൻ തൃപ്തനല്ല, അനുഗ്രഹത്തിൽ അവൻ തൃപ്തനല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വാഹനമുണ്ട്. നമ്മളിങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇത്തിരി കൂടെ വലിയ വാഹനം കാണുമ്പോൾ നമുക്ക് അതിനോടൊരു കൊതി. ആ വാഹനം കൈ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചാൾ ഓടിച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ വലിയൊരു വാഹനത്തോട് പിന്നെയും ഒരു കൊതി, ഇല്ലേ?
അങ്ങനെ 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 നമ്മുടെ മനസ്സ് അവിടെ നിൽക്കണില്ല. നമ്മളിങ്ങനെ കൊതിച്ച് ഇങ്ങനെ പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സ്വഭാവം കൃത്യമായിട്ട് ജനങ്ങളിൽ ഉണ്ടാവണമെന്നൊക്കെ മുത്തുനബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ആ റഹ്മാനിയത്ത്. അപ്പോൾ ആ റഹ്മാനിയത്ത് സ്വീകരിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയാണ് ഈ പറയണത്. ആ റഹ്മാനിയത്ത് സ്വീകരിക്കുന്നത് 2 തരം ജനങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതിലൊരു വിഭാഗത്തിൻ്റെ സ്വഭാവം മുത്തുനബി തങ്ങൾ പറയാണ്, അവർക്കിപ്പോൾ ഒരു മല അള്ളാഹു സ്വർണ്ണാക്കി കൊടുത്തു, എന്നാൽ അവരുടെ മനസ്സാഗ്രഹിക്കും ഇനിയൊരു മല കൂടെ കിട്ടിയായിരുന്നെങ്കിൽ, അല്ലേ? അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആർത്തി തീരണമെങ്കിൽ അവന് ഖബറിലേക്ക് വെച്ച് അവൻ്റെ വായിൽ മണ്ണ് വീഴണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവർ തൃപ്തരല്ല, ഇവരെന്തു കൊടുത്താലും തൃപ്തരല്ല. മനസ്സിലാവാനുണ്ടോ? തൃപ്തരല്ല. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, അത് വളരെ കുറച്ചുണ്ടാവുള്ളൂ, ന്യൂനപക്ഷമാണ്. അവർ വിശ്വസിക്കുന്നത് എന്താണ്? എൻ്റെ റബ്ബ് എന്ത് തന്നാലും ഞാൻ 100% തൃപ്തനാണ്. അങ്ങനെ എൻ്റെ റബ്ബ് എന്ത് തന്നാലും ഞാൻ 100% തൃപ്തനാണ്. അതായത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെ? നമ്മൾ പറയാറുണ്ട്, എനിക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. എനിക്കെന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കെന്താണ് വേണ്ടതെന്നറിയുന്നത് എൻ്റെ നാഥനായ റബ്ബിനാണ്. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് എന്ത് തന്നാലും ഞാനതിൽ തൃപ്തനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അടിമകളുണ്ടല്ലോ, ഇവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. ഇവരാണ് യഥാർത്ഥത്തിൽ വിജയികളെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കണില്ലേ സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇപ്പോൾ ചിന്തിച്ച് നോക്കിയേ, എൻ്റെ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ പോറ്റുന്ന, മൃഗങ്ങളെ പോറ്റുന്ന, പറവകളെ പോറ്റുന്ന, കടലിനടിയിലെ കോടാനുകോടി ജീവജാലങ്ങളെ പോറ്റുന്ന എൻ്റെ റബ്ബ്, ആ റബ്ബ് എന്നെ പോറ്റും. ആ റബ്ബ് എന്നെ എങ്ങനെയും പോറ്റും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള റബ്ബിൻ്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കെന്താണ് വേണ്ടതെന്ന് എൻ്റെ റബ്ബിനറിയാന്നേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ പറയാൻ, ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരടിമക്കാണ് അൽഹംദുലില്ലാ പറയാൻ യോഗ്യത ഉള്ളത് എന്നാണ്. അവർ 100% ഇതിൽ ഹാപ്പിയാണ്. കഷ്ടപ്പാടിലും സുഖലോലുപതയിലും, രോഗമുള്ളപ്പോഴും ആരോഗ്യത്തിലും, ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെ അൽഹംദുലില്ലാ പറയുന്നവരാണവർ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല, രോഗം വരുമ്പോഴും അവർ പറയും അൽഹംദുലില്ലാ. ക്ലിയറായോ? ലാഭത്തിൽ മാത്രമല്ല, നഷ്ടത്തിലും പറയും അൽഹംദുലില്ലാ. ഇങ്ങനെ പറയുന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളെന്നാണ്. ഇനി അൽഹംദുലില്ലയുടെ അർത്ഥം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും, ലില്ലാഹി, അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹ്? റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹ്, ലോകത്തിൻ്റെ പരിപാലകനായ രക്ഷകനായ അള്ളാഹ്. എന്താണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? ശരിക്കും മനസ്സിലാക്കണം. എൻ്റെ റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ അടിമ എന്ത് ചോദിക്കുന്നോ അത് കൊടുക്കുന്നവനല്ല റബ്ബ്. അടിമക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നവനല്ല റബ്ബ്. അടിമയ്ക്ക് എന്താണോ ഗുണം അത് കൊടുക്കുന്നവനാണ് റബ്ബ്. ചിലർ പറയണ്ടേ, ഞാൻ എന്തോരം ചോദിച്ചല്ല എനിക്ക് തന്നില്ല. എടോ, നീ ചോദിച്ചത് നീ വിചാരിക്കുന്നുണ്ടാവും നിനക്ക് ഗുണമാണെന്ന്. പക്ഷെ അള്ളാഹ്ക്കറിയാം നിനക്ക് അതുകൊണ്ട് ഗുണത്തേക്കാൾ ദോഷമാണ്. അതുകൊണ്ട് നിനക്ക് ഗുണം എന്താണോ അതാണ് റബ്ബ് തരാം. റബ്ബുൽ ആലമീൻ എന്ന് തോന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല റബ്ബ്, എനിക്ക് ഗുണകരമായതൊക്കെ തരുന്നവനാണ് എൻ്റെ റബ്ബ്. എനിക്കെന്താണോ ഗുണം അതല്ല തരും. ചിലപ്പോൾ അടിമക്ക് ഗുണം ആരോഗ്യത്തെക്കാളേറെ രോഗമായിരിക്കും. അതെന്ത് വർത്താനം ഉസ്താദേ പറയണത്? രോഗം എങ്ങനെ ഗുണമാവണത്? അത് ഗുണമാണെന്ന് അള്ളാഹ്ക്കറിയാം. കാരണം എന്താ? ചിലപ്പോൾ ആ സമയത്ത് ആരോഗ്യം തന്നിരുന്നുവെങ്കിൽ നീ ചിലപ്പോൾ വ്യഭിചാരത്തിലേർപ്പെട്ടേനെ. എങ്ങനെ? നീ ചിലപ്പോൾ വ്യഭിചാരത്തിലേർപ്പെട്ടേനെ. ഇതാർക്കറിയാം? അള്ളാഹ്ക്കറിയാം. നിനക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹ് നിനക്കെന്ത് ചെയ്യും? ഗുണകരമായ രോഗം തന്ന് പരീക്ഷിച്ചേക്കാം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ അള്ളാഹുവിൻ്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ നമുക്കെന്താണോ ഗുണം അതവൻ തരുമെന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? ചിലപ്പോൾ അള്ളാഹു നമുക്ക് ക്ഷീണം തരും, ചിലപ്പോൾ കച്ചവടത്തിൽ നഷ്ടം തരും. അതായത് എനിക്ക് എന്താണോ ഗുണമെന്നത് എന്നെക്കാൾ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? എന്നെ അറിയുന്നത് എൻ്റെ റബ്ബിനാണ്. ഇവിടെ നമ്മൾ
ഉമ്മാക്ക് പറയുന്നൊരു വാക്കുണ്ട്, റബ്ബ് എന്ന് അള്ളാഹ്ക്ക് പറയുമ്പോൾ റബ്ബത്ത് എന്നാണ് പറയുക ഉമ്മാനെ, അല്ലേ? നമ്മുടെ രക്ഷകയാണ്, രക്ഷിതാവാണ്, അല്ലേ? രക്ഷിതാവ്, മാതാപിതാക്കൾ നമ്മുടെ പാരൻസാണ് അവർ, അല്ലേ? നമ്മുടെ ഗാർഡിയൻസാണ്. ആ ഉമ്മയുടെ രക്ഷകർത്തൃത്വം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അള്ളാനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതായത് ഉമ്മാനെയും വാപ്പാനെയും മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അള്ളാനെ തിരിച്ചറിയാൻ പറ്റൂല. ഉമ്മാനെയും വാപ്പാനെയും തിരിച്ചറിയാത്തവർക്ക്, ഉമ്മാടെയും വാപ്പാടെയും കാലിൻ്റെ അടിയോളം താഴ്ന്ന് ആ സ്വർഗം വാങ്ങാത്തവർക്ക് റബ്ബായ അള്ളാനെ കിട്ടൂല എന്നാണ് ഈ പറഞ്ഞു തരണത്. മനസ്സിലായോ? അപ്പോൾ റബ്ബിൻ്റെ ഒരു റോൾ മോഡൽ, ഒരു മോഡൽ, ചെറിയൊരു മോഡൽ എവിടെയുണ്ട്? നമ്മുടെ ഉമ്മയിലുണ്ട്. ചെറിയൊരു മോഡൽ എവിടെയുണ്ട്? ഉമ്മയിലുണ്ട്. ഉമ്മയിലൂടെ അല്ലെങ്കിൽ വാപ്പയിലൂടെ റബ്ബ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹ് നമുക്ക് വേഗം മനസ്സിലാകും. ചില സമയത്ത് ഉമ്മ നമ്മളെ ചീത്ത പറയും, ചിലപ്പോൾ ചില അടി തരും, ചിലപ്പോൾ വാപ്പ നമ്മൾ അടിക്കും കുഞ്ഞിൽ. എന്തിനാ അത്? നമ്മൾ നന്നാകാനാണ്. അതായത് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ വാപ്പ എനിക്ക് ഐസ്ക്രീം മേടിച്ചെന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വാപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല. യഥാർത്ഥത്തിൽ ആ സമയത്ത് ഐസ്ക്രീം കഴിച്ചാൽ ഇവന് തൊണ്ടവേദന വരും, ഇവന് അലർജി ഉണ്ട്, എൻ്റെ കുട്ടി ഇടങ്ങേറാകുമെന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ട്? വാപ്പാക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനത് മനസ്സിലാവണില്ല. കുഞ്ഞിനപ്പം ഐസ്ക്രീമിനോടുള്ള കൊതിയും എനിക്കതാണ് നല്ലത് എന്നുള്ള തോന്നലുമാണ്. എന്നതുപോലെ എനിക്ക് ഈ സമയത്ത് എന്തിനാണ് പടച്ചോൻ രോഗം തന്നത്? രോഗം തന്നതിൻ്റെ പിന്നിലുള്ള കാരണം അറിയുന്നവൻ റബ്ബാണ്. അതവന് ഗുണമാണെന്ന് ആർക്കേ അറിയുള്ളൂ? പടച്ചോൻ അറിയുള്ളൂ. എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് റബ്ബ്. എനിക്ക് ആരോഗ്യമാണോ രോഗമാണോ, സമ്പത്താണോ ദാരിദ്ര്യമാണോ, അതുപോലെ തന്നെ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ, എന്താണ് ഗുണമെന്നറിയുന്ന എൻ്റെ റബ്ബ്, ആ റബ്ബ് അവനാണ് സർവസ്തുതിയും. ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഇനി നമുക്ക് പ്രാർത്ഥനയൊന്ന് പറയാം. എന്താണ് ആ ദുആ എന്നറിയോ? ഇത് നിങ്ങൾ അറബിയിൽ തന്നെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് തന്നെ എഴുതി കാണിക്കണില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കിയാൽ മതി, കേട്ട് മലയാളത്തിൽ നിങ്ങൾ ദുആ ഇരുന്നാലും മതി. ഇത്രയേ ഉള്ളൂ ഉമർ റളിയല്ലാഹുവിൻ്റെ ദുആ. യാ റബ്ബി ലാ ഉബാലി അസ്ബഹ്തു ഫഖീറൻ ഔ ഗനിയൻ വ ഇന്നി ലാ അദ്രി ഫീ അയ്യിഹിമൽ ഖൈർ. എന്താ പറയണേ? യാ റബ്ബി, എൻ്റെ റബ്ബേ. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വേണ്ടതൊക്കെ തരണവനല്ല, എനിക്ക് ഗുണകരമായതൊക്കെ തരുന്നവൻ, അല്ലേ? ഞാൻ ചോദിക്കണതൊക്കെ തരണവനെന്നല്ല, എനിക്കെന്താണോ ഗുണം അതൊക്കെ തരുന്നവനായ റബ്ബ്, അല്ലേ? ലാ ഉബാലി, എനിക്ക് ഒരു പ്രശ്നമില്ല റബ്ബേ. അസ്ബഹത്തു ഫക്കീറൻ ഔ ഗനിയൻ, നാളെ നേരം വെളുത്ത് ഞാൻ എണീക്കണത് പാവപ്പെട്ടവനായിട്ടാണോ സമ്പന്നനായിട്ടാണോ, ഇതിലൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നാളെ നേരം വെളുത്ത് ഞാൻ എണീക്കുമ്പോഴത്തേക്കും 5 പൈസ കയ്യിലില്ലാത്ത പാപ്പനാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ സമ്പന്നനായാലും എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ലല്ല. കാരണം വ ഇന്നി ലാ അദ്രി ഫി അയ്യിഹിമൽ ഖൈർ, ഇതിലേതിലാണോ എനിക്ക് ഗുണമുള്ളത് എന്നറിയുന്നവൻ നീയാണല്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് സമ്പത്താണോ ഗുണം എന്ന് എനിക്കറിയില്ല, എനിക്ക് ദാരിദ്ര്യമാണോ ഗുണം എന്ന് എനിക്കറിയില്ല. അതറിയണമെന്ന് നിനക്കാണ് ഉറച്ചവനെ. അതുകൊണ്ട് നീ എന്ത് തന്നാലും എനിക്കൊരു കുഴപ്പമില്ലല്ല. ഈ ദുആ മനസ്സറിഞ്ഞിട്ട് ചൊല്ലി നോക്കിയേ. മനസ്സറിഞ്ഞിട്ട് പടച്ചവനോട്, അല്ലാഹുവേ എനിക്കെല്ലാം തരുന്നവൻ നീയാണല്ല, എനിക്ക് ഗുണം എന്താണെന്ന് അറിയണത് നിനക്കാണ് പടച്ചവനെ, നിനക്ക് മാത്രമാണല്ല. അതുകൊണ്ട് നീ രോഗം തന്നാലും ആരോഗ്യം തന്നാലും, നീ സമ്പത്ത് തന്നാലും ദാരിദ്ര്യം തന്നാലും എനിക്കൊരു കുഴപ്പമില്ലല്ല എന്ന് പറയാൻ പറ്റുന്നൊരു മനസ്സിലേക്ക് നമ്മൾ എത്തിയണ്ടല്ലോ, സന്തോഷം കൊണ്ടിങ്ങനെ പാറി നടക്കുന്നവരായി നമ്മൾ മാറും. അതാണ് ഫാത്തിഹ പഠിച്ചാൽ, അൽഹംദുലില്ലാ പഠിച്ചാൽ ദുനിയാവിൽ ടെൻഷൻ ഇല്ലാത്ത മനുഷ്യനായി നമ്മൾ മാറും. അതായത് അള്ളാൻ്റെ തർബീയത്തിൻ്റെ ഒരു കോലം അത് മുത്തുനബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനോഹരമായ ഹദീസ് ഉണ്ട്. ശരിക്കും നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ കെട്ടിയന്മാർക്ക് അതുപോലെ തന്നെ സഹോദരന്മാരൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഹദീസും കൂടെയാണത്. എന്താ വിഷയം എന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ അബ്ദ ലയഹുമ്മു മിനൽ ലൈലി ബിഅംരിൻ മിൻ ഉമൂരി തിജാറ. രാത്രിയിലെ ഒരു കച്ചവടം നടത്താൻ തീരുമാനിക്കാൻ ഒരു കച്ചവടക്കാരൻ, ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാണ്. രാത്രി ഒരു 10 മണിയായി നോക്ക്, ഒരു ഫോൺ കോൾ വരികയാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ. എന്താ ഫോൺ കോൾ? എടാ ഒരു ചുളു വിലക്ക് ഒരു സ്ഥലം കിട്ടാനുണ്ട്, മറിച്ച് വിറ്റ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കയ്യിലിരിക്കും, അല്ലെങ്കിൽ കോടികൾ കയ്യിലിരിക്കും. നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു ഫണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേഗം കൊണ്ട് ടോക്കൺ കൊടുക്കണം. കിടിലൻ ഓഫറാണ് കേട്ടോ, വിട്ട് കളഞ്ഞാൽ നഷ്ടത്തിലാണ്. അപ്പോൾ കച്ചവടക്കാരനായ നമ്മുടെ മനസ്സിങ്ങനെ ഉണരും, വേഗം ടോക്കൺ കൊടുക്കണം. എടാ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം, എന്നാൽ നീ ഇപ്പം തന്നെ വേഗം പോര്. അപ്പം പറയും, എടാ 10 മണിയായില്ലേ, വീട്ടിൽ കെട്ടിയോളും കുട്ടികളൊക്കെ ഒറ്റക്കാണ്, നമുക്ക് നാളെ നേരം വെളുത്ത് സുബഹിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊണ്ടുപോയിട്ട് ടോക്കൺ കൊടുക്കുക. എന്നാൽ ശരിയടാ, നാളെ കഴിഞ്ഞ് പോയില്ലേട്ടാ, നാളെ രാവിലെ തന്നെ കൊടുക്കണം, ആരെങ്കിലുമൊക്കെ കയറി കൊത്തും.
കാരണം കോടികളും അറിയാൻ പോവാണ് കയ്യിൽ. അത്ര കൊതിച്ചിരിക്കുന്ന ഒരു ബിസിനസ് ഡീലാണ് വന്നത്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാണ്, മിമ്മാ ലൗ ഫഅലഹു ലകാന ഫീഹി ഹലാക്കും. എന്താ പറയണേ? ഈ കച്ചവടം നടന്നാൽ അവർ രണ്ടുപേരും നശിക്കും. എങ്ങനെ? ഈ സ്ഥലക്കച്ചവടം നടന്നാൽ അവർ രണ്ടുപേരും നശിച്ചു. ഇത് ആർക്കറിയാൻ പാടില്ല? ഇവന്മാർക്കറിയാൻ പാടില്ല. പക്ഷെ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ഇപ്പോൾ എങ്ങനെ നശിക്കണത്? എങ്ങനെ നശിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഇവർക്കിതിലൂടെ കോടികളിൽ ലാഭം കിട്ടി. കോടികളിൽ ലാഭം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടായി. അഹങ്കാരം ഉണ്ടായി, പള്ളിയിലേക്ക് വരാതായി, ദീനിൽ നിന്ന് അകന്നു, അഹങ്കാരിയായി മാറി. അഹങ്കാരിയായ പിന്നെ അള്ളാൻ്റെ യഥാർത്ഥ അടിമയെന്ന് അവനെക്കുറിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ അവൻ ഏറ്റവും വലിയ നാശത്തിലായി. അപ്പോൾ ഈ നാശം അവന് സംഭവിച്ചേക്കാം. ഇതൊന്ന്. ഇനി മറ്റൊരു നാശം ഇങ്ങനെ ആയിരിക്കാം. അതായത് ആ സ്ഥലം ഒരു ലക്ഷണക്കേട് പിടിച്ച സ്ഥലമാണ് എന്ന് വെക്കുക. ഇവനാ മേടിക്കാൻ പോണ സ്ഥലം അങ്ങനെ ലക്ഷണക്കേട് പിടിച്ച സ്ഥലമൊക്കെ ഉണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അപലക്ഷണം 3 സംഗതികളിലാണ്. അശ്ഉമു ഫിദ്ദാരി വൽ ഫർസി വൽ മർഅത്തി. അത് ശരി പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ സംഭവം എന്ന് വെച്ചാൽ 3 സംഗതികളിലാണ് അപലക്ഷണം ഉള്ളത്. ഒന്ന് ദാറ്, വീട്ടിൽ. ചില വീടുകളുണ്ട്, ആ വീട്ടിൽ കയറി താമസിച്ച് അന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. അതൊന്നുമല്ല, നമ്മൾ എന്തെല്ലാം നന്മ ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ആ വീട്ടിലൊരു സമാധാനമില്ല. അങ്ങനെയുള്ള ചില വീടുകൾ, അതിരട്ടങ്ങേറ് പിടിച്ച ഏരിയകൾ, അങ്ങനെ ചില ഏരിയകളുണ്ട് അല്ലേ. മറ്റൊന്ന് വൽഫർസ്, കുതിര. അന്ന് കുതിരയാണ് വാഹനം. ഇന്നത്തെ വാഹനം ഏതായിക്കോട്ടെ, ആ വണ്ടി എടുത്തപ്പോൾ മനുഷ്യൻ അടങ്ങിയറായതാണ്. പക്ഷെ എല്ലാത്തിലും അപലക്ഷണം കാണണമെന്നല്ലേ ഈ പറയണത്. അങ്ങനെ ചിലതിലുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പറയാണ്. അതുപോലെ തന്നെ വൽമർഅത്ത്, ചില ഭാര്യമാരും അങ്ങനെ പ്രശ്നക്കാരാണെന്നാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്. കല്യാണം കയ്യിലോടുകൂടെ ചില പെണ്ണുങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം തകരും, വല്ലാത്ത ഇട്ടങ്ങേറാണ്. പക്ഷേ അവിടെ അവൾ ഒഴിവാക്കിയിട്ട് ഓടണമെന്നല്ല, നമ്മളിങ്ങനെ അവരെ നന്നാക്കാൻ ശ്രമിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് സ്വർഗ്ഗം ഉണ്ട് എന്നാണ്. അത് മറ്റൊരു വിഷയം, ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കണില്ല. നിങ്ങൾ പറയാം അപ്പോൾ ഭർത്താക്കന്മാർ ഉസ്താദ് എൻ്റെ ജീവിതത്തിൽ അയാൾ വന്നതിന് ശേഷം മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ മർഅത്ത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഭർത്താവിനും വെച്ച് കൊടുക്കുക. രണ്ടുപേരും ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കണില്ല. ഏതായാലും ചില സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാർക്കറിയാം? ആ സ്ഥലം ഇവൻ മേടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്ഥലം മേടിച്ചു എന്ന് വെക്കുക. വിൽക്കാൻ വേണ്ടിയാണല്ലോ മേടിക്കണത്, കോടികളും അറിയാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. പക്ഷേ കച്ചവടം നടക്കണില്ല. ഇവൻ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വിൽക്കാൻ വേണ്ടി ജനങ്ങളോട് പറയുമ്പോൾ എന്താ, അത് മറ്റേ ലക്ഷണക്കേട് പിടിച്ച സ്ഥലമാണ്, അവിടെ കുറേ ബാധകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, അങ്ങനത്തെ സ്ഥലം വേണ്ട, ഇടങ്ങേറാണത്, അത് ഭയങ്കര ഇടങ്ങേറ്, അത് മേടിക്കണ്ട. അപ്പോൾ ഇവൻ ഇത് മേടിക്കാനുള്ള ഫണ്ട് എവിടെ നിന്നാണ് മറിച്ചത്? ഫണ്ട് മറിച്ചത് സ്വന്തം പെങ്ങളുടെ കയ്യിൽ നിന്നാണ്. പെങ്ങളെ വിളിച്ചിട്ട്, എടി നമുക്കിതേ ഒരു കിടിലൻ സ്ഥലം ഒത്തു വന്നിട്ടുണ്ട്, കോടികളാണ് അറിയാൻ പോണത്, കടയിൽ ഫുൾ എമൗണ്ട് ഉണ്ടാവില്ല, മോളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആധാരം ഒന്ന് തരികയാണെങ്കിൽ നമുക്കൊന്ന് പണയം വെച്ചിട്ട് വേഗം എന്ത് ചെയ്യുക, ആ സംഭവം കൊണ്ട് സെറ്റാക്കാം. അപ്പോൾ പെങ്ങളുടെ ആധാരം, സ്വർണം ഒക്കെ ബാങ്കിൽ, ഭാര്യയുടെ സ്വർണം ബാങ്കിൽ, സ്വന്തം വീടിൻ്റെ ആധാരം ബാങ്കിൽ, എല്ലാം കൂടെ സെറ്റാക്കിയിട്ടാണ് ഈ സ്ഥലം മേടിച്ചത്. സ്ഥലം വിറ്റുപോണ്ടോ? വിറ്റുപോണില്ല. ബാങ്കിൽ ആധാരം ഇരുന്ന് എന്ത് സംഭവിച്ചു? വീട് ജപ്തിയുടെ വക്കിലായി. ഇവനെ പിന്നെ എന്തിനു കൊള്ള? ജീവിതം തകർന്നുപോയി, ഹലാക്കായി. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ കച്ചവടം നടന്നാൽ ഇവരുടെ ജീവിതം തകരും. ഇത് ആർക്കറിയാം? അല്ലാഹ് ഇവർക്കറിയില്ല. ഇവരെന്ത് ചെയ്താണ്? രാത്രി പ്ലാൻ ചെയ്തേക്കാണ്, രാവിലെ തന്നെ കൊണ്ടുപോയിട്ട് ടോക്കൺ കൊടുക്കണം. അപ്പോൾ ടോക്കൺ കൊടുക്കണം എന്നുള്ള നെയ്യത്തിൽ ഇവരിങ്ങനെ കിടന്നുറങ്ങാണ്. രാത്രി ഇവർ ഉറങ്ങുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? ഫയൻദുറുല്ലാഹു തആല മിൻ ഫൗഖി അർശിഹി ഇലൈഹി, അവരിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിങ്ങനെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കി. അള്ളൊരു നോട്ടം നോക്കി അവരിലേക്ക്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫയസ്രിഫു അൻഹു, ആ കച്ചവടം അവരിൽ നിന്നങ്ങ് തെറ്റിപ്പോയി. അതെങ്ങനെയാ? അന്നൊരു സുബീസ്കരിക്കാൻ പള്ളിയിലെത്താത്ത ഇവനെന്ത് ചെയ്യുന്നുണ്ട്? സുബിക്ക് പള്ളിയിലെത്തുന്നുണ്ട്. കാരണം രാവിലെ ഈ ബിസിനസ് ഡീൽ ഓർത്തിട്ട് ഉറക്കം പറ്റില്ല. അപ്പോഴാണ് ബാങ്ക് കേൾക്കണത്. അല്ലടാ ഇത്ര പെട്ടെന്ന് ബാങ്ക് വിളിച്ചാൽ എന്നാൽ നമുക്ക് പള്ളിയിലോട്ടും പോയിട്ട് ഡീലിനിറങ്ങാല്ല. ഒരു ഡീലിനിറങ്ങുമ്പോൾ പള്ളിയിൽ പോകണ്ടേ? അങ്ങനെയാണ് നമ്മൾ. ഭാര്യ ലേബർ റൂമിൽ കയറുന്ന സമയത്തൊന്ന് പള്ളിയിൽ പോകണം. അങ്ങനെ പള്ളിയിൽ പോകണ കുറേ ബിരുദന്മാരുണ്ട്. ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കണില്ല. അപ്പോൾ സുബിസ്കാരം കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ്, എടാ നമുക്ക് ടോക്കൺ കൊടുക്കാൻ പോകണ്ടേ? ഇനി ഒരു ടോക്കണും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. എന്താണ് അങ്ങനെ പറയണേ? നിന്നോട് ഞാൻ പറഞ്ഞാൽ ഇന്നലെ രാത്രി തന്നെ പോരാനായിട്ട്. ഇപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന് ടോക്കൺ കൊടുത്ത ആ സ്ഥലത്തിന് കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങ് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി പറയാൻ, ഫയുസ്ബിഹുക ഈബൻ ഹസീന, ദുഃഖം വന്നിട്ട് പടച്ചോനെ പണ്ടാരടങ്ങാനായിട്ട്. കോടികൾ കയ്യിൽ കിടന്ന് മറിയേണ്ടതായിരുന്നു.
ഇതാര് പറയും? ഇവൻ പറയും, ഇവൻ അറിയും. ഇവൻ്റെ വിചാരം കോടികളിങ്ങനെ കൈ കിടന്ന് മറിയുമെന്നാണ്. പക്ഷെ ഇതിലൂടെ ഇവൻ നശിക്കുമെന്ന് ആർക്കറിയാം? റബ്ബുൽ ആലമീനായ തമ്പുരാൻ അറിയാം. അപ്പോൾ ഇവന് ഗുണമില്ല ഇതിൽ നിന്ന് ആർക്കറിയാനുണ്ട്? പടച്ചോണ്ടറിയാനുണ്ട്. അതുകൊണ്ട് ഇവന് ഗുണം കൊടുക്കുകയാണ്. ഇവൻ ചെയ്ത ഏതൊരു നന്മയുടെ പേരിലേ ഗുണം കിട്ടുന്നത്. പക്ഷെ അത് ഗുണമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ അള്ളാനെ കുറ്റപ്പെടുത്താൻ. അത് മാത്രമല്ല, യതത്വയ്യറു ബിജാരിഹി വബ്നി അമ്മി, ഇങ്ങനെയും പറയും ചില ആൾക്കാർ. എങ്ങനെ? ഞാൻ നമ്മളാ ഡീൽ ഉറപ്പിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ താത്ത ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു. ആ ഒടുക്കത്ത നോട്ടം കണ്ടപ്പ എനിക്ക് ഉറപ്പായിരുന്നു ഇത് നടക്കൂല അല്ലേ? അല്ലെങ്കിൽ വബ്നി അമ്മി, എൻ്റെ മാമാടെ മോൻ കുരുത്തം കെട്ടവനും ഉണ്ടായി എൻ്റെ കൂടെ. അവൻ്റെ ഒടുക്കത്തെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ, അവൻ്റെ നാക്കെടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് തകരുമെന്ന്. ഈ വർത്താനം പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ വമാഹിയ ഇല്ലാ റഹ്മത്തുൻ, ഇത് പടച്ചോൻ്റെ കാരുണ്യാണ് കേട്ടോ. അതുകൊണ്ട് കച്ചവടം പൊട്ടിയാലും പറയണം അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് പിടികിട്ടിയോ സംഗതി എന്താന്ന്? പിടികിട്ടിയോ? രോഗം വന്നാൽ അത് നമുക്ക് ഹൈറാണ്. എടോ, ആ രോഗത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമുക്കുണ്ടാകും. ഉറപ്പാണ്, ഉറപ്പാണ്. ക്ഷമിക്കാൻ പഠിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയും. ഇതെൻ്റെ റബ്ബിൻ്റെ തർബിയത്തിൻ്റെ ഭാഗമാണ്. കച്ചവടം തകർന്നാലും രോഗം വന്നാലും എല്ലായിടത്തും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഒരു അൽഹംദുലില്ലാഹ് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ മക്കളെ? ഇല്ലെങ്കിൽ പറയണം, ഇന്ന് മുതൽ പറയണം. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ടെൻഷനുണ്ടോ? അതായത് അടിമക്ക് ഉടമയിൽ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ക്യാൻസറൊക്കെ വന്ന് മരിച്ചാൽ, ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? എടോ, നിനക്ക് ക്യാൻസറിൽ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ റബ്ബുൽ ആലമീൻ എന്ത് തരും? ക്യാൻസർ തരും. ആ ക്യാൻസർ വന്നാൽ എന്തു പറയണം? അല്ല, അച്ചിരി കടുപ്പാണല്ലേ. അത് അൽഹംദുലില്ലാഹ് മനസ്സിലാക്കാത്തവരുടെ പ്രശ്നമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരാതിരിക്കട്ടെ. നമ്മൾ ദ്വാരക്ക, പടച്ചോനെ താങ്ങാൻ കഴിയാത്തത് തരല്ലേ അല്ലാ. നമ്മുടെ ഈമാനൊക്കെ ദുർബലല്ലേ, പടച്ചോൻ അറിയൂലേ? അള്ളാഹ്ക്ക് അറിയാൻ പാടില്ലേ ഇത്? എൻ്റെ റബ്ബ് എനിക്ക് ഗുണമില്ലാത്തത് തരൂലല്ലോ. പടച്ചോനെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരല്ലേ അല്ലാ. എല്ലാ കാര്യത്തിലും, മക്കളുടെ വിഷയത്തിൽ എങ്ങനെ ആയിക്കോട്ടെ, എല്ലായിടത്തും എനിക്ക് ഗുണമില്ലാത്തത് റബ്ബ് തരൂല. ഞാൻ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യണം. റബ്ബിൽ ഉറച്ച് വിശ്വസിച്ചാലാണ് ഈ പറയണതൊക്കെ നമുക്ക് കിട്ടുക. മാത്രമല്ല, നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമയത്ത് അള്ളാഹ് മനസ്സിലാക്കുകയാണ്, എൻ്റെ അടിമ ഇത്രയൊക്കെ പരീക്ഷണം നേരിട്ടിട്ടും അവൻ എന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ, അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അതുകൊണ്ട് അവനതിൽ വർധനവ് കൊടുക്കാമെന്ന് അള്ളാഹു തീരുമാനിക്കും. ഞാൻ സുബ്ഹാനക യാ റബ്ബ്. മനസ്സിലായോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലേ, അബോർഷൻ സംഭവിച്ച എത്രയോ ആളുകൾ നമ്മുടെ ഈ വ്ളോഗ് കാണുന്നുണ്ട്, നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ട്. പലരും പറയുന്നു, ഉസ്താദേ എത്രയോ തവണ അബോർഷൻ സംഭവിച്ചു. പൊന്നുമോളെ, നിനക്കത് ഹൈറാടി, നിനക്കത് ഹൈറാണ് മോളെ. ചിലപ്പോൾ നിൻ്റെ പരലോകം രക്ഷപ്പെടുത്താൻ നീ ഏതൊക്കെയോ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടാവും. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ജീവൻ്റെ തുടിപ്പോടുകൂടി അബോർഷനായി പോയ കുഞ്ഞ് നാളെങ്ങനെ സ്വർഗീയ ലോകത്തിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് നിന്നെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നീ ഇങ്ങനെ പേടിച്ച് വിറച്ചലറിക്കരയുന്ന സമയത്ത് അവിടെ നിന്നൊരു വിളി വരും, യാ ഉമ്മാ, എൻ്റെ പൊന്നുമ്മ ഇന്ന് സ്വർഗത്തിലേക്ക് വാ. അതിനു വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞ് വളർന്ന് വലുതായാൽ നിന്നെയും നിൻ്റെ ഭർത്താവിനെയും പുറങ്കാലുകൊണ്ട് തട്ടുന്ന കുഞ്ഞായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് നിനക്ക് വേണ്ടട്ടോ, നിനക്ക് ഗുണമുള്ളതേ റബ്ബ് തരൂ. അങ്ങനെ എന്തും എൻ്റെ റബ്ബ് ഗുണത്തിലേ തരുള്ളൂ. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. ഒരു പ്രയാസം എന്ന് നമുക്ക് തോന്നുന്നൊരു സംഗതി വരുമ്പോൾ അടിച്ചു പൊളിച്ചങ്ങ് പറഞ്ഞു അൽഹംദുലില്ലാഹ്. അള്ളാടെ ഇല്ലെല്ലാം. അംബാനി ഒരു പാവപ്പെട്ടവനാ, യൂസുഫ് അലി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ബ്രൂണൈ സുൽത്താൻ ഒരു പഞ്ചപാവ മനുഷ്യൻ. ഇവരൊക്കെ പാവപ്പെട്ടവരാ, ദരിദ്രന്മാരാന്നേ. ഉസ്താദ് ഇത് എന്ത് ഭ്രാന്തൊക്കെയാണ് ഈ പറയണത്? ഇത് ഞാൻ പറയണതല്ല, അള്ളാഹ് പറയണതാണ്. സൂറത്ത് മുഹമ്മദിൽ കാണാം, വല്ലാഹുൽ ഗനി വ അൻതുമുൽ ഫുഖറാ. അള്ളാഹു മാത്രമാണ് മക്കളെ ധനികൻ. അള്ളയാണ് ധനികൻ, നിങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്. യൂസുഫ് അലി ആണെങ്കിലും, ബ്രൂണൈ സുൽത്താൻ ആണെങ്കിലും, അംബാനി ആണെങ്കിലും, ബിൽഗേറ്റ്സ് ആണെങ്കിലും, ആരാണെങ്കിലും നിങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല മക്കളെ, നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ തന്നതാണ് നിങ്ങളുടെ കയ്യിലേക്ക്. അധികാരി ഞാനാണ്, സമ്പന്നൻ ഞാനാണ്. ആ റബ്ബിൻ്റെ അടിമ നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? വഇമ്മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിൻ. എല്ലാ വസ്തുക്കളുടെയും ഖജനാവ് നമ്മുടെ കയ്യിലാണ്. ആരോഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, എല്ലാത്തിൻ്റെയും ഖജനാവ് നമ്മുടെ കയ്യിലാണ്. പടച്ചോനത് വേണ്ടവർക്ക് വേണ്ടവണ്ണം വീതിച്ച് ഇങ്ങനെ കൊടുക്കും. എല്ലാവർക്കും ഒരുപോലെയല്ല. നമുക്കെന്താണോ ഗുണം
അതാർക്കേ അറിയുള്ളൂ, നമുക്കറിയാൻ പാടില്ല. നമ്മൾ വിചാരിക്കും നമുക്കിതിനേക്കാൾ വലിയ വീടാണ് ഗുണം. അല്ലല്ലല്ല, നമുക്ക് ഈ നിൽക്കുന്നതിനാണ് ഗുണം. ഇതാർക്കറിയാം? അള്ളാഹ്ക്കറിയാം. നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു പാർട്ട്ണറെ കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ പാർട്ട്ണർക്ക് അത്ര ഭംഗി പോരല്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര നിറം പോരല്ല ഉടച്ചോനെ, എനിക്ക് ഇച്ചിരി കൂടെ നിറം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിന് നിറം പോരല്ല അല്ലാഹ്. ഓഫ് മക്കളെ, നമ്മളെക്കാൾ നമ്മളെ അറിയുന്നത് നമ്മുടെ റബ്ബിനാണ്. നമുക്കെന്താണോ വേണ്ടത് അതാണ് നമ്മുടെ റബ്ബ് തന്നിട്ടുള്ളത്. അതിലങ്ങ് തൃപ്തിപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞോട്ടോ, നമ്മുടെ ജീവിതം അങ്ങ് മാറിമറിയും. എനിക്കെന്താണോ ഗുണമെന്ന് എനിക്കറിയില്ല, എൻ്റെ റബ്ബിനാണ് അറിയുന്നത്. അതെന്തായാലും എനിക്ക് കുഴപ്പമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? രക്ഷപ്പെടും നമ്മൾ. ജീവിതം മാറിമറിയും, സമാധാനത്തിൽ ഇങ്ങനെ ആറാടും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു പോയ നഈം ഫൈസി എന്ന് പറയുന്ന യുവ പണ്ഡിതൻ, പേര് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഹൃദയത്തിലൊരു വിങ്ങൽ. ഇനി ഒരാഴ്ച അപ്പുറം മാത്രം ബാക്കി നിൽക്കണം അദ്ദേഹത്തിൻ്റെ സനദ് ദാനത്തിന്. ഫൈസി ബിരുദം വാങ്ങാനായി ജാമിഅ നൂരിയയിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു ചെല്ലുന്ന കാഴ്ചയൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. കുറച്ച് മാസങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കാനിരിക്കുകയാണ്. പ്രതിഷ്ഠിത വധു അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്വപ്നലോകത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു വേളയിലാണ് ഈ അപകട മരണത്തെക്കുറിച്ച് അവരിങ്ങനെ കേൾക്കുന്നുണ്ടാവുക. അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ശുഹദാക്കളോടൊപ്പം അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. സൗമ്യശീലനായ ഒരു പണ്ഡിതൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു മുതഅല്ലിമായ, ഇൽമിനോട് താല്പര്യമുള്ളൊരു പണ്ഡിതൻ. അദ്ദേഹത്തിന് ഒരുപാട് ഗാനങ്ങളിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. മനോഹരമായ മുത്തുനബിയുടെ മദ്ഹുകൾ, മനോഹരമായ ആലാപനം, ഏറെ ഹൃദയത്തെ കൊളുത്തി വലിച്ച ഒരു ഗാനം. അത് മരണത്തെക്കുറിച്ചാണ്. നമ്മളൊരുപാട് കേട്ട് പതിഞ്ഞു പോയ ഗാനങ്ങളാണെങ്കിലും മരണത്തെക്കുറിച്ച് പാടിയ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ആ മനുഷ്യൻ്റെ അധരങ്ങളിൽ നിന്ന് ആ പാട്ട് വീണ്ടും ഇങ്ങനെ കേൾക്കുന്നത് പോലെ അടുത്തത് ഞാനാണോ എന്നെൻ്റെ മനസ്സിങ്ങനെ ചോദിക്കുന്നത് പോലെ ഹൃദയം ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാരടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്, ഇലയും മേൽ തണ്ണീരാതും ചേർത്ത് മണ്ണിനാലെ അടവാക്കും വീടവിനെ ബാരിലേ. അദ്ദേഹത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ശുഹദാക്കളോടൊപ്പം ഒരുമിപ്പിക്കണേ അല്ലാ. കുടുംബത്തിന് നീ മനോബലം നൽകണേ അല്ലാ. ഓരോ മരണത്തിൻ്റെ വക്കിലും ഓരോ മരണ വീട്ടിലും വന്നിട്ട് അസ്റായിൽ അലൈഹിസ്സലാം വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ടത്രേ, നിങ്ങളെന്തിനാ ഇങ്ങനെ കരയണേ, നിങ്ങളെന്തിനാ ഇങ്ങനെ വേദനിക്കണേ? ആ മനുഷ്യൻ്റെ ഒരു മണി അരി പോലും ഞാൻ കവർന്നെടുത്തിട്ടില്ല. ആ മനുഷ്യൻ്റെ ഒരു മണി അരി പോലും ഞാൻ കവർന്നെടുത്തിട്ടില്ല. ഒരു നിമിഷം പോലും ഞാൻ തട്ടിയെടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖലാഇനനുസരിച്ചാണ് ഞാൻ റൂഹ് പിടിച്ചതെന്ന് അസ്റായിൽ അലൈഹിസ്സലാം വിളിച്ചു പറയും അത്രേ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കരയല്ലേ, ഞാൻ ഇനിയും ഈ വീട്ടിലേക്ക് വരേണ്ടവനല്ലേ? എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ? അള്ളാഹു അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ സമാധാനം തരട്ടെ. അള്ളാഹു കാവൽ തരട്ടെ. ആ കുടുംബത്തിനെല്ലാവർക്കും അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഇവിടെയും അൽഹംദുലില്ലാ പറയാൻ പറ്റുന്നൊരു മനസ്സുണ്ടല്ലോ. അതാണ് നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസ്സിലൂടെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഒരു വിജയം. അള്ളാഹു മനോബലം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഹദ്റത്തിലേക്ക് നമുക്കൊരു ഫാത്തിഹ ഓതണ്ടേ? അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സ്വർഗീയ ലോകത്ത് മുത്ത് ഹബീബിൻ്റെ സദസ്സിൽ ഇതുപോലെ പാടാൻ അദ്ദേഹത്തിന് നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വിശാലമായ ദുആ. ഇൻഷാ അല്ലാഹ് ഇന്ന് മനോഹരമായ മജ്ലിസ് നമുക്ക് രാത്രി നടത്തണം. തിങ്കളാഴ്ച രാവിലെ അൽഹംദുലില്ലയിൽ എല്ലാവരും ഉണ്ടാവണം. ഇന്ന് ഞാനും ഉണ്ടാവും. ഇന്നലെ ഇച്ചിരി തിരക്കായി പോയിട്ട് സമയം കിട്ടിയില്ല. ഇന്ന് കൃത്യം 8 മണിക്ക് നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. ഈ മരണപ്പെട്ട പണ്ഡിതന് വേണ്ടി നമുക്ക് ദ്വാരക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെയും മനസ്സിലേക്ക് അള്ളാഹു അൽഹംദുലില്ലാ നിറച്ച് നൽകുമാറാകട്ടെ. അവനെ അറിയാൻ, അവനെ ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പറയാനുള്ളത്, നമുക്കേറെ പ്രിയപ്പെട്ട ഒരു പണ്ഡിതൻ, ഒരു യുവ പണ്ഡിതനാണ്, നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും കൂടെയാണ്. വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സാധാരണഗതിയിൽ സ്വഭാവലഹരിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാറില്ല. പക്ഷെ അദ്ദേഹം ഒരു സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ഇന്നത്തെ സദസ്സിൽ മാത്രം ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം ഞാൻ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സംഖ്യ അൽഹംദുലില്ലാ മുമ്പിൽ കരുതിക്കൊണ്ട് ആ പ്രയാസം അനുഭവിക്കുന്ന പണ്ഡിതൻ്റെ, ഒരു ആലിമിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കഴിയുന്നവരൊക്കെ ഒന്ന് ഹദിയ ചെയ്തേക്കുക. അതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹ് മാറ്റിത്തരൂലേ? ഉറപ്പല്ലേ? നമ്മുടെ മനസ്സിൽ അല്ലാഹ് തോന്നിപ്പിച്ചെന്നാൽ അല്ലേ, നമ്മളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ, 1000 അയക്കാൻ പറ്റുന്നവരങ്ങനെ, 500 ആണെങ്കിൽ അങ്ങനെ, 100 ആണെങ്കിൽ അങ്ങനെ, 10 ആണെങ്കിൽ അങ്ങനെ, 1 രൂപ ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അയക്കുക. ആ പാവപ്പെട്ട സഹോദരന്, ആ പ്രയാസം അനുഭവിക്കുന്ന സഹോദരന് അള്ളാഹു അതിലൂടെ സമാധാനം കൊടുക്കട്ടെ. അതിലൂടെ നമുക്കെല്ലാവർക്കും അള്ളാഹു സന്തോഷം തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.